നമ്മൾ ഈ അക്ഷയ തൃതീയയെ പറ്റി ഇപ്പോൾ കുറച്ച് കാലത്ത് കേൾക്കാറുണ്ട്. 2000 തൊട്ടാണ് ഇത് കേട്ടു തുടങ്ങിയിരിക്കുന്നത്. അക്ഷയ തൃതീയ ഒരു ഉത്സവമാണ്. ആക്ച്വലി അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയിരുന്നു. നമ്മുടെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് അത് ഫേമസ് ആയിരുന്നില്ല. നമ്മുടെ കേരളത്തിൽ വിഷുവും പിന്നെ ഓണവും മാത്രമേ ശരിക്കും ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തമുള്ള ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ എന്ന് പറയാതെ മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷേ അക്ഷയ തൃതീയ എന്നുള്ളത് 2000 ഇപ്പോൾ കല്യാൺ അല്ലെങ്കിൽ മലബാർ ഗോൾഡ് അല്ലെങ്കിൽ ജോവൽക്കസ് അങ്ങനെയുള്ള ഒരു ജ്വല്ലറി കമ്പനീസ് ഉണ്ടാക്കിയ ഒരു ഉത്സവമായിട്ടാണ് ഈ അക്ഷയ തൃതീയ. അതായത് അക്ഷയ തൃതീയ എന്നുള്ള ദിവസം നമ്മൾ ഗോൾഡ് വാങ്ങിച്ചാൽ പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നതാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? കൊമേഴ്ഷ്യൽ വഴിക്ക് ഇവരൊക്കെ കൂടി പറഞ്ഞു. പല കൊമേഴ്ഷ്യൽ നമുക്ക് പോകുമ്പോൾ ബിൽ ബോർഡ്സ് കാണാൻ അങ്ങനെ പലതും വെച്ചിട്ട് പല ബോളിവുഡ് ആക്ടേഴ്സിനെയും വെച്ചിട്ട് ചെയ്ത ഒരു കൊമേഴ്ഷ്യൽസ് വെച്ചിട്ട് അല്ലെങ്കിൽ പേപ്പറിലൂടെ പരസ്യം കൊടുത്തിട്ട് നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ച ഒരു ഇൻഡ്യൂസ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ഈ അക്ഷയ തൃതീയ ഗോൾഡ് ബൈങ്. അപ്പോൾ അന്ന് നമ്മൾ ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രോസ്പെരിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു. പറഞ്ഞൊക്കെ ശരിയാണ്. അന്ന് ഗോൾഡ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ജുവല്ലേഴ്സിന് പ്രോസ്പെരിറ്റി ഉണ്ടാവും. അത് അവരാ നേരിട്ട് പറയലാന്നേ ഉള്ളൂ. പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. ഈ കാശ് കൊടുക്കുന്നതിന് പ്രോസ്പെരിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് കൂടുന്ന കാര്യം നമുക്ക് വേണമെങ്കിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഗോൾഡിന്റെ പ്രൈസ് അതിൽ കുറഞ്ഞുണ്ട്. ഇത് ഇൻഡ്യൂസ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ വഴി ഇൻഡ്യൂസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എപ്പോഴും അക്ഷയ തൃതീയ ദിവസം നമ്മളെല്ലാവരും മിക്കവരും പോയിട്ട് ഗോൾഡ് വാങ്ങിക്കുന്നുണ്ട്. അത് കാശുള്ളവരും കാശ് കുറച്ച് മാത്രമുള്ളവരെല്ലാം വാങ്ങിക്കുന്നുണ്ട്. ഇതേപോലുള്ള സംഭവമാണ് ഡയമണ്ടിലുള്ളത്. ഡയമണ്ട് നമുക്കറിയാം. ഡയമണ്ട് ശരിക്കും നമ്മളിപ്പോൾ വിൽക്കാൻ പോയി കഴിഞ്ഞാൽ വിലയില്ല. ഇതിപ്പോൾ ഒരു കഥ പറയുകയാണെങ്കിൽ ഡിബീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ആ കമ്പനി ആയിരുന്നു ലോകത്തിലെ ഫുൾ ഡയമണ്ടിന്റെ ഒരു കാർട്ടലായിരുന്നു. ആ ഡയമണ്ടിന്റെ മെർക്കൻഡൈസ് എല്ലാം നിയന്ത്രിച്ച അവരായിരുന്നു. അപ്പോൾ ഇവർ ഫൗണ്ട് ചെയ്ത 1888 സൗത്ത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു. പക്ഷേ ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരുമാതിരി എല്ലാ ഡയമണ്ട് മൈൻസും സ്വന്തമാക്കിയിരുന്നു. അതായത് ഡയമണ്ട് വില കയറി വരുമ്പോൾ സ്വന്തമാക്കിയതാണ്. പക്ഷേ പിന്നെ ഒരു അവസ്ഥയിൽ അവരെത്തി. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഡയമണ്ട് ഉണ്ട്. ലോകത്തുള്ള എല്ലാവർക്കും കൊടുക്കാനുള്ള ഡയമണ്ട് അവരുടെ കയ്യിലുണ്ട്. സപ്ലൈ ഇഷ്ടം പോലെ, പക്ഷെ വാങ്ങിക്കാനാണുള്ള എന്നൊരവസ്ഥ എത്തി. അതായത് ഡയമണ്ട് ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളത് ഈ മൈനിങ് കമ്പനിയുടെ ഒരു അത്യാവശ്യമായിട്ട് മാറി. അപ്പോൾ അതിനവർ കണ്ടെത്തിയത് ഈ ന്യൂയോർക്കിലെ ഒരു ഏജൻസിനെ കണ്ടെത്തി, ഒരു അഡ്വർടൈസ്മെന്റ് ഏജൻസിനെ കണ്ടെത്തി. അപ്പോൾ ആ ഏജൻസി ഒരു ലൈൻ ഇവർക്ക് കൊടുത്തു. ഒരു 4 വേർഡ്സ് ഉള്ള ഒരു ലൈനാണത്. ഡയമണ്ട് ഈസ് ഫോർ എവർ. അതായത് ഡയമണ്ട് എന്നുള്ളത് ഒരു ലക്ഷറി ഐറ്റം എന്നതിനുപരി അതിനൊരു ഇമോഷണൽ വാല്യൂ കൊടുത്ത് അതൊരു ലോങ്വിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നമ്മുടെ സിമ്പിൾ ഓഫ് ലവ്, ഇമോഷൻസിന് ഉണ്ടാക്കുന്ന സിമ്പിൾ ഓഫ് ജസ്റ്റർ ഓഫ് ലവ്, അങ്ങനെയൊക്കെ രീതിയിൽ മാരേജിന്, ലവിന്, സ്റ്റാറ്റസിന് ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ് എന്ന ക്യാമ്പയിനും പ്രൊപ്പഗാൻഡയായിട്ട് തുടങ്ങി. ഇത് തുടങ്ങിയത് 1947 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ് അവർ തുടങ്ങിയത്. അത് ശരിക്കും ഏറ്റു. അതിന് ഈ പ്രൊപ്പഗാൻഡ തുടങ്ങിയ ലൈൻ ഉണ്ടാക്കുക മാത്രമല്ല ഇത് അവർ പിന്നെ വരുന്ന ഹോളിവുഡ് സിനിമയിലൊക്കെ റൊമാൻറ്റിക് സിനിമയിലൊക്കെ നമുക്കറിയാം നായികയുടെ മുമ്പിൽ മുട്ടുമടക്കി ഇരുന്നിട്ട് ഒരു ഡയമണ്ട് കൊടുക്കുന്നു. വില്യു ലവ് മീ, വില്യു മാരി മീ എന്നൊക്കെ പറഞ്ഞു. അത് കൊടുക്കുന്ന ഡയമണ്ട് ആക്കി. അപ്പോൾ അതുവരെയുള്ള കാമുകന്മാർ കൊടുത്തുകൊണ്ടിരുന്നത് ശരിക്കും ഡയമണ്ട് എന്നല്ല, എന്തെങ്കിലും ഒരു ജം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ എല്ലാ മൂവീസിലും ഡയമണ്ടായി. പിന്നെ ഇവർ ജുവല്ലേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വിൽക്കുമ്പോൾ ഈ ഡയമണ്ട് ഡയമണ്ട് എത്ര വലുതാണോ അത്രയും വലുതാണ് ലവ് എന്ന രീതിയിൽ പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പ്രൊപ്പഗാൻഡ ആക്കി. അപ്പം ഡയമണ്ട് വാങ്ങിക്കാൻ ഞാൻ പോവുകയാണെങ്കിൽ ജ്വല്ലറിക്കാരൻ്റെ അടുത്ത് പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഡയമണ്ട് കൊടുക്കുന്ന ആളോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തോടെ അത്ര വലുപ്പത്തിൽ ഡയമണ്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു പ്രൊപ്പഗാൻഡ വെച്ച് സൈക്കോളജിക്കലി എല്ലാവരെയും ഇമ്പാക്ട് ചെയ്യിച്ചിട്ട് ഈ ഡയമണ്ടിന് പിന്നെ മൂല്യം വർദ്ധിപ്പിച്ചു എന്ന് വെച്ചാൽ അതൊരു ലക്ഷറി എന്നതിലുപരി മൂല്യം എന്ന ലെവലിലേക്ക് എത്തിച്ചു. ഡയമണ്ട് ഈസ് ഫോർ എവർ. അത് വളരെ റെയർ ആണ്. എപ്പോഴും കിട്ടുന്നവർ അത് ലോങ്വിറ്റി ആയിട്ട് എത്ര ഒരാൾ വേണ്ടി നിൽക്കും, ആ സ്നേഹത്തിന് സിമ്പിളാണെന്ന് പറഞ്ഞ് ആക്കിയിട്ട് മനുഷ്യരെ കൊണ്ട് വാങ്ങിപ്പിച്ചു. അങ്ങനെ ഡിബീസ് ശരിക്കും പറഞ്ഞാൽ വളർന്നു. അവർ കാട്ടൽ പോലെ ഒരു സിസ്റ്റം അവരിലൂടെ തന്നെയാണ് ഈ ഡയമണ്ട് നടത്താവൂ എന്നുള്ള ലെവലൊക്കെ ആക്കി. എല്ലാവരും ഡയമണ്ട് മെർച്ചൻഡൈസ് എല്ലാം അവരിലൂടെ മാത്രമാക്കി. അങ്ങനെ ഒരു കാട്ടൽ പോലെ വളർന്നെങ്കിലും കുറെ കാലം 2000 ഒക്കെ ആയപ്പോഴേക്കും പയ്യെ പുതിയ തലമുറ വന്നപ്പോൾ ഇവർക്ക് ഡയമണ്ടിനോട് വലിയ താല്പര്യമില്ലാണ്ടായി. അതായത് ഇത്രയും കാശ് കൊടുത്തിട്ട് കല്ല് വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പുതിയ തലമുറയുള്ള ആർക്കെങ്കിലും വിവരം വെച്ച് തുടങ്ങി. അതുമാത്രമല്ല വേറൊരു കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ഇവർക്ക് നമ്മുടെ ആർട്ടിഫിഷ്യലായിട്ട് ഡയമണ്ട് ആക്കാൻ പറ്റും എന്നുള്ള സംഭവം വന്നതോടെ, അത് കെമിക്കലി ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഡയമണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതോടെ അതാണെങ്കിൽ നല്ല പ്രൊഫഷനായിരിക്കും. അത് ഏറ്റവും വലിയ എക്സ്പേർട്സിന് പോലും മര്യാദയ്ക്ക് കണ്ടെത്താൻ പറ്റാത്ത ഇത്തരം ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഡയമണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, അതുമാത്രമല്ല പുതിയ തലമുറയ്ക്കാണെങ്കിൽ ഇതൊരു ഫാഷൻ പോലെ ഉണ്ടാക്കാവുന്ന ലെവലിലേക്ക് അവർക്ക് അത് മതി. അല്ലാണ്ട് അവർക്ക് ഇപ്പോൾ ഈ റയറാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വിശ്വാസമില്ലാത്ത കാരണം അവർ പയ്യെ പൊളിഞ്ഞു. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു 20-30% മാത്രമേ ഡിബീസ് എന്ന കമ്പനി ലോകം മുഴുവൻ നോക്കുന്നുണ്ട്. ബാക്കിയെല്ലാം വേറെ കമ്പനീസ് കൊണ്ടുപോയി. ശരിക്കും ഇവർക്ക് മൈനിങ് ഓപ്പറേഷൻസ് ഉള്ള സൗത്ത് ആഫ്രിക്ക, നമീബിയ, ബോസ്വാനിയ, കാനഡ സ്ഥലങ്ങളിലൊക്കെയാണ്. പക്ഷേ ഇത് കാനഡ, ഓസ്ട്രേലിയ എന്നൊക്കെ വേറെ കമ്പനീസ് പുതുതായിട്ട് വന്നപ്പോൾ ഒരു കോമ്പറ്റീഷനും കാരണം ഇപ്പം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
നമുക്കിപ്പോൾ അറിയാം ഡയമണ്ട് വിറ്റാൽ കാശ് കിട്ടില്ല. പക്ഷേ ഇവർ ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു നോഷൻ, അതായത് അന്നത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്പെൻഡ് 2 months സാലറി ഫോർ എ റിംഗ് എന്ന് നിങ്ങൾ പറയുമായിരുന്നു. ഇപ്പോൾ ഡയമണ്ട് റിംഗ് 2 മാസം സാലറി നിങ്ങൾ വാങ്ങിക്കും. എന്തിന്? എൻ്റെ കഞ്ഞൂടി മുട്ടിക്കരുന്ന് പറയാണ് അവർ പറഞ്ഞത്. ഈ അക്ഷയ തൃതീയയില ഇവർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വാങ്ങിക്ക്, പ്രോസ്പെക്റ്റ് വരും. പ്രോസ്പെക്റ്റ് ആർക്ക് വരും? ജ്വല്ലറിക്കാർക്ക് വരുന്ന അവർ പറഞ്ഞത്, നമുക്ക് വരുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഉള്ളിലൂടെ നോക്കുക. ഇവരെന്താ പറഞ്ഞ പരസ്യത്തിലെ വാക്കുകൾക്ക് സത്യമുണ്ടോ? ആ സത്യം തിരിച്ചായിരിക്കും ഇട്ടേക്കണമെന്ന് മാത്രം. അത് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. എന്തായാലും നമ്മൾ കേരളത്തിലായാലും തന്നെ കേരളീയർക്കൊന്നും വിഷയമൊന്നുമല്ല. അവർക്ക് 4 പരസ്യം കണ്ടാൽ മതി, നമ്മൾ വാങ്ങിക്കും. ഇപ്പോൾ അടുത്ത കാലത്തൊരു പരസ്യം കണ്ടിട്ടായിരുന്നു. ആ പരസ്യത്തിന് ഞാൻ പറയാനില്ല, അപ്പോൾ അതിനെപ്പറ്റി പേപ്പറിലൊക്കെ വന്നതാണ്. അപ്പോൾ ഈ പരസ്യം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ ഏത് പരസ്യം കണ്ടാലും നമുക്കൊരു ഇമ്പാക്റ്റ് വരും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ചിന്തിക്കണം, ഇതിലെന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ, നമുക്ക് ഇതിലും കാര്യമാണ് ചിന്തിക്കുമ്പോഴേ നമുക്ക് വലിയ എഫക്റ്റ് ഇല്ലാതെ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇത് പ്രൊപ്പഗാൻഡ ആൻഡ് മാർക്കറ്റിംഗ് അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ കൂടുതൽ കാണുന്നു, നമ്മൾ അതിലേക്ക് ആകർഷകമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഗോൾഡും ഡയമണ്ടും ഒക്കെ ഇത്തരം വില കൂടാനും കാരണം. അല്ലെങ്കിൽ ഗോൾഡ് ശരിക്കും എന്താണ്, അല്ലെങ്കിൽ ഡയമണ്ടിൽ എന്താണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത്തരം വിലയും മൂല്യം ആൾക്കാർ കൽപ്പിക്കുന്ന കാരണമാണ് ഇതിനൊക്കെ വിലയും വരുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ മാർക്കറ്റിംഗ് ഏജൻസി തന്നെയാണ്, മാർക്കറ്റിംഗ് പ്രൊപ്പഗാൻഡയാണ്. ഡയമണ്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡയമണ്ട് ഈസ് ഫോർ എവർ എന്നുള്ളത് സത്യമാണ് എന്നുള്ളത് ആലോചിക്കുക. ഡയമണ്ട് മാത്രമല്ല, സ്വർണ്ണം ഈസ് ഓൾസോ ഫോർ എവർ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഗോൾഡ് ഈസ് ഓൾസോ ഫോർ എവർ എന്ന് വേണമെങ്കിൽ പറയാം. സിമ്പിൾ ഓഫ് ലവ്, നമുക്ക് എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് വേണോ ഇപ്പം നമ്മളൊരു പെൺകുട്ടിയെടുത്ത് നമ്മൾ ലവ് ആണെന്ന് പറയുമ്പോൾ ഇങ്ങനെ സാധനം കൊടുത്തിട്ട് വേണോ? അല്ലാണ്ട് വെറുതെ പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ തിരിച്ച് ഒരു ആൺകുട്ടി എടുത്ത് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പോരെ? ഇങ്ങനെ ഡയമണ്ട് കൊടുത്തിട്ട് വേണം. പിന്നെ ഡയമണ്ട് കൊടുത്തിട്ട് അവസാനം അത് ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ അവളെ ഡയമണ്ടായിട്ട് പോകും. അപ്പോൾ അതിലും നല്ലത് ഡയമണ്ടിനെ പോലെ ചുമ്മാ റിങ് കൊടുക്കുന്ന ഒന്നുമില്ല. കൊടുക്കുകയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വാങ്ങിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോഴേ ഇത് കാര്യമുള്ളൂ. പിന്നെ ഈ മുട്ടുകുത്തി നിന്ന് ഇങ്ങനെ വാങ്ങിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അതൊക്കെ നമുക്കറിയില്ല, എനിക്കറിയില്ല, നമ്മുടെ ഇവിടെ ഒന്നും കണ്ടാറില്ല. ബ്രിട്ടീഷുകാർ ചെയ്തൊന്നും വേണ്ട നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ ഷോ അല്ലേ. പക്ഷേ ഈ ഷോയുടെ പിന്നിലുള്ള കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഈ ഡിബീർ എന്നുള്ള കമ്പനി ഇപ്പോഴും ഉണ്ട്, പക്ഷേ അവർക്കിപ്പോൾ ബിസിനസ് കുറവാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലെ കമ്പനികൾക്ക് ജുവലേഴ്സിന് ബിസിനസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുതിയ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുന്നു, പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ കണ്ടുപിടിക്കുന്നു. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഗോൾഡ് വാങ്ങിക്കുന്നു.